Hello guys, welcome to episode 3 of Namkuchum podcast. I am Andrisa and this is Satsep from S3 So today we are going to discuss about some myths and misconceptions related to electricity. ആക്ച്വലി ഈ മിന്നൽ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി തന്നെയല്ലേ, പക്ഷെ അതെന്താ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാത്തത്? ആക്ച്വലി അതൊരു നല്ലൊരു ചോദ്യമാണ്. ഈ എനർജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മിന്നൽ വഴി ഒരു കൂടിയ വോൾട്ടേജാണ് ഭൂമിയിലേക്ക് വരുന്നത്. അത് യൂസ് ചെയ്യാനുള്ളൊരു ടെക്നോളജി നമുക്കിപ്പോൾ ഇല്ല. അതുമാത്രമല്ല, മിന്നലിൻ്റെ ഡ്യൂറേഷൻ വളരെ ചെറുതായതുകൊണ്ടും അതിൻ്റെ എനർജി പെട്ടെന്ന് തന്നെ ഭൂമിയിലേക്ക് ഡിസ്ചാർജ് ആയി പോകുന്നതുകൊണ്ടും അത് യൂസ് ചെയ്യാൻ നമുക്ക് കുറേ ചാലഞ്ചസ് ഉണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി അല്ലേ വയർലെസ് ടെക്നോളജി. പക്ഷെ അവിടെ കറണ്ടായിട്ടൊരു ഫിസിക്കൽ കോണ്ടാക്ട് വരുന്നില്ല, പക്ഷെ അവിടെ എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അതെങ്ങനെയാ? വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പളിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചാർജറിലൊരു കോയിലുണ്ട്, ഫോണിലൊരു കോയിലുണ്ട്. അപ്പോൾ ഈ ചാർജത്തെ കോയിൽ കറണ്ടായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ മൊബൈലത്തെ കോയിലായിട്ട് കണക്റ്റഡ് ആവുകയും അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് വഴിയാണ് നമ്മുടെ വയർലെസ് ചാർജിങ് പോസിബിൾ ആവുന്നത്. സ്വിച്ച് ഓഫ് ചെയ്താലും LED ലൈറ്റ്സ് ഫെയിലിനായിട്ട് ഗ്ലോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആക്ച്വലി അത് എന്തുകൊണ്ടാണ്? വയറിങ്ങിൽ ചെറിയൊരു ലീക്കേജ് കറണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലീക്കേജ് കറണ്ട് കാരണം എപ്പോഴും ഒരു ചെറിയ എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും വയറിൽ. അത് മാത്രമല്ല, LED ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് ആ ഒരു ചെറിയ എമൗണ്ട് ഓഫ് കറണ്ട് പോലും അത് ഡിറ്റക്ട് ചെയ്തിട്ട് എപ്പോഴും ഒരു ഫെയിൻ്റായിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും.